വന്നിട്ട് നമ്മളെ ഈ കുരുമുളക് വള്ളിയില്ലേ, കുരുമുളക് വള്ളി വളരുന്നുണ്ട്. അപ്പം അതിന് ഇങ്ങോട്ട് പൈപ്പിൻ്റെ എല്ലാം പറ്റി പിടിക്കണ്ടേ എൻ്റെ റൂട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വാഴനാരിനെ കൊണ്ട് ഇതിനൊന്ന് അവിടെ ടൈറ്റാക്കി കെട്ടാം, ഇതിനൊന്ന് ഹെൽപ്പ് ചെയ്യും ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് പടരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വെച്ചിട്ട് കെട്ടാൻ കഴിയാമ? ഇത് വെച്ച് സാധാരണ മറ്റേ കയറില്ലേ, കയറിനെ കൊണ്ട് കെട്ടാന്നാണ് വിചാരിച്ചത്. പക്ഷെ ചൂടിക്കയറില്ല നമ്മുടെ, അതിനെ കൊണ്ട് കെട്ടേണ്ടതാണ്. പക്ഷേ ഇത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ കൊണ്ട് ട്രൈ ചെയ്തു. ഇത് ഇലയൊന്ന് ശരിയാക്കി കൊടുക്കട്ടെ. ഇപ്പം എന്താ ചെയ്യുന്നത് അമ്മ? ഇതിൻ്റെ പിന്നെ കുറേ തൈയുണ്ട്, 3-4. അപ്പം അതിനെല്ലാം കൂടെ ഇതിൻ്റെ മേലയിലേക്ക് പടർത്തണ്ടേ, എന്നല്ലേ ഇതിങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ മേലെ കയറി പോകണ്ടേ. ഇതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താലല്ലേ ഇത് മേലോട്ട് പടരും. അത് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചെറിയ തയ്യലും ഇല്ല, അതെല്ലാം വളരുന്നതിനെ അങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ മേലെ പറ്റിപ്പിക്കണം. മീൻസ് അത് ഇങ്ങനെ ഇതിൻ്റെ മേലെ പറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മാറി കഴിയാം. ഇതുണ്ടാ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. ഒന്നേ ഉണ്ടായിട്ടില്ല, മൊട്ടിങ്ങനെ വരുന്നുണ്ട്. ചെറിയ മുട്ട് ഇതുണ്ട, കുഞ്ഞു വരുന്നുണ്ട്. ഇത് കണ്ട മോൾട്ടി, നമ്മളെ ആദ്യം നട്ട പൈനാപ്പിൾ. ഇത് ഇത്ര വണ്ണം വെച്ച് അമ്മ ആദ്യം നട്ട പൈനാപ്പിൾ അല്ലേ ഇത്? എപ്പോഴും വളർന്നിട്ട് പൈനാപ്പിൾ ആക്കി തരുക. പൈനാപ്പിൾ നമുക്ക് പറിക്കാം, ഇത് വളരണ്ട. ഇതാണ് പുതിന, മിന്റ്. എന്താ മണം, മണപ്പിച്ച് വെക്കറ. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട് അല്ലേ? ഇത് ഇതിൻ്റെ ചപ്പ് കുറച്ച് ആൾക്കാർ ചോപ്പ് ചെയ്തിട്ട് ഇടൂലേ? വറവിൻ്റെ എല്ലാം ഇടും. ഇത് സ്പ്രിങ് ഓണിയൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നൂഡിൽസ് ആക്കുമ്പോൾ ഈ സാധനം ഇടാന്ന് വെച്ചു. കുറേ ആൾക്കാർ ഇതിടൂലേ? അപ്പം ഇതിൻ്റെ അകത്ത് പറിക്കുമ്പോൾ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടല്ലേ, ഇങ്ങനത്തെ അത് പറിച്ചാൽ മതി. വേണോ പറിച്ച് വെക്കണോ? പറിച്ചോ. മൂന്നെണ്ണം പറിച്ചോ. ഇത് മതിയാവൂലേ? അതിൻ്റെ സ്മെൽ എങ്ങനെയുണ്ട്? ഉള്ളീൻ്റെ മണം തന്നെ. ഉള്ളീൻ്റെ ചപ്പിന് ഉള്ളീൻ്റെ മണം അല്ലാണ്ട് അല്ലേ?